എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ആയി വന്നിട്ട്, അതായത് കുറേ തിരക്കെന്ന് പറഞ്ഞാൽ അതായത് കണ്ണൂരത്തെ ഫ്ലവർ ഷോ, അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മയ്യാഴി തീരത്ത് മാഹിയിലും ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു സമയം ഉണ്ടായത്. അപ്പോൾ നമ്മൾ നമ്മുടെ നഴ്സറിയിലേക്ക് ഇന്ന് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാം, നല്ല കളേഴ്സായിട്ടുള്ള ഓറഞ്ച്, അതുപോലെ തന്നെ പിങ്ക്, റെഡ്, അതുപോലെ മഞ്ഞ, അങ്ങനെ പല തരത്തിലുള്ള വൈറ്റ്, അതുപോലെ പല തരത്തിലുള്ള ബോഗൻ വില്ലകൾ ഇവിടെ നമുക്ക് പൂത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിലേക്ക് വരാം, ഇതൊക്കെ വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ നഴ്സറിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതായത് നമുക്കിത് ഇവിടെ നോക്കാം, ഓറഞ്ച് പലർക്കും സംശയമുണ്ട് നമ്മുടെ നാട്ടിൽ ഓറഞ്ച് പൂക്കുമോ ഒക്കെ. അപ്പോൾ ഇതിന് ഇല രോഗം വല്ലാതെ പിടിപെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇലയുടെ അടിയിൽ ഇതുപോലെ വെള്ളീച്ച അതുപോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിന് ഒരു പരിധി വരെ ഇപ്പം നമ്മളേതായ ഒരു മരുന്നുണ്ട്, അത് അടിച്ചു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ മാറിയിരുന്നു. നല്ല ഇതുപോലെ തളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തളിർക്കാൻ മാത്രമല്ല, ഇത് കാണിച്ചു കൊടുത്താൽ ഈ പൂവ് കാണിച്ചു കൊടുത്താൽ ഇത് കണ്ട നിറയെ പൂത്തുണ്ട്. ഇതെന്താണ്? ഇതാ ഓൾ ടൈം വിയറ്റ്നാം മാൾട്ടയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ ഗ്രാസ് ആണ് ഇതിനൊക്കെ കൊടുക്കുന്നത്. ആ ഒരു ഗ്രീൻ ഗ്രാസിൻ്റെ തളിർപ്പ് ഇതിൽ നമുക്ക് കാണാം. ഇതൊന്നും കാണിച്ചു കൊടുത്തു ഇതൊക്കെയാ ഇതാ ഗ്രീൻ ഗ്രാസ്. ഇപ്പോൾ ഗ്രീൻ ഗ്രാസ് കൊടുത്തു, ആ ഇലയുടെ മരുന്നും കൂടി അടിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇലയൊക്കെ ഒരു ജീവി, അതായത് ഒരു പാറ്റകൾ വന്നിട്ട് തിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഗ്രീൻ ഗ്രാസ് ശരിക്കും ഈ ചെടികൾ പിടിച്ചെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൂക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് കാണാം. അപ്പോൾ നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട്, ഇത് മിറാക്കിൾ എന്ന് ചോദിച്ചാൽ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ വലിയ തൈകൾ തന്നെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതുപോലെ നിറയെ കായ് വീണ് പോകുന്നുണ്ട്. എന്തുകൊണ്ട് വീണ് നല്ലോണം പഴുത്താണ്. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ കായ്ക്കൾ. അപ്പോൾ ഇതുണ്ട് നല്ല ഗ്രോത്തിൻ്റെ കായ്കളാണ്. പക്ഷേ ഇവിടെ എന്ന് അറിയോ, ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് കാരണം ഒരുപാട് കിളികൾ വന്ന് ഇത് ഡെയിലി കഴിക്കുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ നിറയെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ പിടിക്കും. നല്ല ഗ്രോത്തിലെ ചെടികളാണ്, നല്ല അഫോർഡബിൾ റേറ്റിൽ നമ്മളെ നഴ്സറിയിൽ ലഭ്യമാണ്. നഴ്സറിയിൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഈ നമ്മുടെ ഈ വാങ്ങുന്ന റെഡ് ലേഡി പപ്പായ എങ്ങനെയാണ്, നല്ലതാണോ അല്ലെങ്കിൽ ഇത് കായ്ക്കോ, അതിനൊക്കെ ഇത് വെറും 3 മാസമായിട്ടുള്ളൂ ഈ ഒരു പപ്പായ. അപ്പോൾ ഇതിന് നമുക്ക് കാണാം നിറയെ പൂ കിട്ടും, കായ് പിടിക്കാൻ തുടങ്ങി. നമ്മൾ 6 മാസമാണ് നമ്മളൊരു പപ്പായയുടെ സമയം പറയുന്നത് കായ് പറിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ബാക്കി 3 മാസം നമുക്ക് ഇതിന് ബാക്കിയുണ്ട്. നോക്കാം എത്രത്തോളം കായ് ഉണ്ടാകുന്നുണ്ട് നോക്കാം. ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാം. ഒന്ന് ഗ്രോത്ത് കാണിച്ചിട്ട് ഇതുണ്ടോ, എന്നാൽ ഇതിൻ്റെ 3 മാസമായി ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടോ. അപ്പോൾ ഇത്രയും ഇത് റെഡ് ലേഡിയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ഗാർഡൻ്റെ തൈകളാണിത്. അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ മറ്റൊരു പൂക്കൾ വളരെ കുറവാണ്. അപ്പോൾ ഈ ജറബറയുടെ വെച്ചാൽ ഇതിൻ്റെ കളക്ഷൻ, അതായത് ഇതിനൊരു 100ഓളം ചെടികൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഇതിൻ്റെ വിത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ സാമ്പിൾ മാത്രമാണ്, നല്ല പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളും നമ്മൾ നഴ്സറിയിൽ ലഭ്യമാണ്. ഉടൻ തന്നെ നമ്മളത് കസ്റ്റമേഴ്സിന് കൊടുക്കും. കാരണം അതിൻ്റെ പൂവ് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കളർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ജറവറയും കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിനില്ലേ ഒരുപാട് സംശയങ്ങളുണ്ട്, ഇതുപോലെ ഡ്രമ്മിൽ കായ്ക്കുമോ അല്ലെങ്കിൽ ഉണ്ടാവുമോ വളരുമോ എന്നൊക്കെ. ഇതുണ്ടോ ഡ്രമ്മിൽ ഗ്രോത്ത് വെക്കാൻ തുടങ്ങി ഈ ഒരു മാവ്. ഇത് റെഡ് ബനാനയാണ്. അത് ഒരുപാട് മണ്ണ് വേണ്ടേ, ഇത് മറിഞ്ഞ് വീഴ്. ചെടികൾക്ക് മണ്ണ് വേണം, ഒരു പരിധി വരെ മണ്ണ് വേണം. അതിനപ്പുറത്ത് വേണ്ടത് അവർക്ക് ഭക്ഷണമാണ്, അതായത് ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് നമ്മൾ ഗ്രീൻ ഗ്രാസ് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതിൻ്റെ ഗ്രോത്ത് വെക്കും. ഒരു പരിധി അല്ല, നല്ല രീതിയിൽ തന്നെ വെക്കും. ഒരു പരിധി ഞാൻ പറഞ്ഞത് വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. എന്നാലും ഗ്രീൻ ഗ്രാസ് കൊടുത്താണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഇതൊരു നാംടോക്കി മയിലെ മാവാണ്. നമ്മൾ ഗ്രീൻ ഗ്രാസ് കൊടുത്തു. ഇത് നിറയെ പൂവിടാനുള്ള, ഇത് കുറ്റിയായി നിൽക്കുന്ന നിറയെ പൂവിടാനുള്ള സെറ്റപ്പിലാണ്. അതായത് ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മന്ത് കഴിയുമ്പോഴത്തേക്കും, ഇതൊരു 1 മന്ത് ആയില്ല, 2 വീക്സ് ആയപ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ തേപ്പുകളുണ്ടായി. പിന്നെ ആളുകൾക്ക് ഇത് കായ്ക്കുമെന്നൊക്കെ സംശയമുണ്ട്. ഈ പേരക്ക കാണിച്ചു കൊടുത്താൽ ഇതാ ഇത് കാണിച്ചു കൊടുത്താൽ നിറയെ പേരക്കുണ്ടോ, തായ് പിങ്ക് പേരയാണ്. ഇതാ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതാ ഓക്കെ, ഇത് ഓരോ കൊലയിലും നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്താണ്. ഇതുപോലെ നമ്മൾ കസ്റ്റമേഴ്സിന് ഈ 50 ലിറ്ററിൻ്റെ ഡ്രമ്മിൽ, അതായത് വലിയ ഡ്രമ്മിൽ, ഇതിനാകുമ്പോൾ ഹാൻഡിലൊക്കെ ഉണ്ട്, പിടിച്ച് കൊണ്ടുപോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പറ്റും. അപ്പോൾ മറ്റ് വലിയ ഡ്രമ്മിലാകുമ്പോൾ നമുക്ക് പിടിച്ച് മാറ്റാനും പൊക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയേ വേണ്ടു, മണ്ണ് ഇത്രയേ വേണ്ടു. ബാക്കി വേണ്ടത്
വളങ്ങളാണ്. ആ വളം എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ വളരെ സ്നേഹത്തോടെ നോക്കുന്ന എൻ്റെ ഒരു ചെടിയാണ് നാംഡോക്കിമൈ ഗോൾഡ്. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ വളർത്തി ഇതിങ്ങനെ നല്ല ബ്രാഞ്ചുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ഇതാ ആളെ പോയിട്ട് തുടങ്ങി നല്ല രീതിയിൽ എല്ലാ ഇവിടെയൊക്കെ പോവുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ മണ്ണ് ഒരുപാട് വേണ്ട. ഇത് കാണിച്ചു കൊടുത്താൽ എന്ന് വെച്ചാൽ മണ്ണല്ല വേണ്ടത് കണ്ടോ. നമുക്ക് ഇതിനെപ്പോഴും പച്ചിലകളാണ് വേണ്ടത്. മണ്ണ് ഒരു പരിധി വരെ. ഇനി മണ്ണിടുന്ന പരിപാടി ഇതിനകത്തില്ല. ഇനി പച്ചിലയും നമ്മുടെ ഗ്രീൻ ഗ്രാസ് മാത്രം. പച്ചില അടിഞ്ഞിട്ടാണ് ഇതിന് വളം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഇത് ഏകദേശം പകുതി ഭാഗം ഫ്രീ ആണ്. ആ പകുതി ഭാഗം മുഴുവനും അങ്ങോട്ട് പച്ചില മാത്രം കൊടുത്തിട്ട് പച്ചിലയും കുറച്ച് ചാണകപ്പൊടിയും അങ്ങനത്തെ സാധനങ്ങൾ മാത്രം കൊടുത്ത് കൊണ്ടുവരികയാണ്. മണ്ണ് എനിക്ക് കൊടുക്കുകയില്ല. അങ്ങനെ മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് നിറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ നിറയ്ക്കാൻ പാടില്ല. പകുതിയിൽ തന്നെ നിർത്തണം. ഈ ഒരു ഡ്രം ആണെങ്കിലും ചട്ടിയാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഇതാ നമ്മൾ നാംഡോക്കിയുമായി നല്ല രീതിയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരാം. ഇതെനിക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഏകദേശം 3500 അടുത്ത് 3500 അടുത്ത് ചിലവുണ്ട്. 15 വർഷം ഗ്യാരണ്ടിയില്ല. നമ്മൾ ഫാമിലിയുടെ ചട്ടിയാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് വരാം. ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിൽ ഇതാ നമ്മുടെ പേരക്ക സ്ട്രോബെറി പേരയാണ്. ഇതാ നിറച്ച് കായ്ച്ചിട്ടുണ്ടോ, നിറയെ കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ഇതിങ്ങനെ കൊലകൊലയായി ഉണ്ടാവും കേട്ടോ. ഇതാണ്ടോ ഡ്രമ്മിലാണെന്ന് ഓർക്കണം. ഡ്രമ്മിൽ നമ്മളെ ഗ്രീൻ ഗ്രാസിൻ്റെ വളം മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇന്ന് നമ്മൾ കുറേ ജറവറ കാണിച്ചിട്ട് ജറവറയുടെ തണ്ടുകൾ ഇന്ന് കുറേ നടുവാണ്. അപ്പോൾ അതിനെല്ലാം മണ്ണൊരുക്കുകയാണ്. മണ്ണൊരുക്കിയിട്ട് നമ്മളിത് ഇനി ഈ വരുന്ന ഒരു 3 മാസം ഫുള്ള് ജറവറേൻ്റെ ഒരു സെക്ഷൻ തന്നെ നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ണ് ഇതുപോലെ ഗ്രീൻ ഗ്രാസ് ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. അതായത് സിമെൻറ്റ് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രീൻ ഗ്രാസും മണ്ണും പോട്ടി മിക്സും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്ന മുഴുവൻ ചെടിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ നമ്മൾ ഗ്രീൻ ഗ്രാസ് കൊടുത്ത് വളർത്തിയ തക്കാളിയാണ്. തക്കാളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം ഇതിന് കൊടുക്കുന്ന താങ്ങിന് അല്പം ബലം കുറഞ്ഞു പോയി. കാരണം ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഉണ്ടായി. നമ്മൾ ഗ്രീൻ ഗ്രാസിൻ്റെ ശരിക്കും പവർ അങ്ങ് കാണിച്ച ആൾ നമ്മൾ ഏകദേശം 5-10 കിലോ തക്കാളി ഇതിന് പറിച്ചു. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ പരിസര പ്രദേശത്തിലെ ആളുകൾക്കും ഇവിടെയുള്ള സ്റ്റാഫിനൊക്കെ നമ്മൾ ഈ തക്കാളി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇത് കാണിച്ചു കൊടുത്തതിന് വലിപ്പം കാണിച്ചു കൊടുത്തു. തക്കാളി ഏകദേശം നല്ല വലിപ്പം, നല്ല ഗ്രോത്തും വലിപ്പമുണ്ട്. അതുപോലെ ഇത് ലാസ്റ്റായി ഏകദേശം ഫൈനലായി. ഇനിയിപ്പം മാറ്റി രണ്ടാമത്തെ നടാനായി. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ഇത് ഇത്രയും വെയിറ്റ് കാരണം ഇത് ഒടിഞ്ഞു മറിഞ്ഞു കിട്ടി വീഴുകയാണ്. ഇത് ഏകദേശം ഇപ്പോൾ ഈ ഒരു ബലമൊന്നും പോരാ. ശരിക്കും നല്ല ബലം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ഗ്രാസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഗ്രീൻ ഗ്രാസിൻ്റെ നല്ല പവർ ഇതിനകത്ത് വരും. അപ്പം നമ്മുടെ നഴ്സറിയിൽ പ്ലാവിൻ്റെ കളക്ഷൻ, പ്ലാവ് എന്ന് പറഞ്ഞാൽ ഡങ്സൂര്യ ഉണ്ട്, അതുപോലെ തന്നെ J33 ഉണ്ട്, അതുപോലെ വിയറ്റ്നാം സൂപ്പർ അളി. ഇത് ഈ ഒരു കാണുന്ന സെക്ഷൻ, ഈ ഒരു കാണുന്ന വലിയ പ്ലാവുകൾ പിന്നെ ഇതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ അളിയാണ്. എല്ലാം കായ്ക്കാറായ തരത്തിലുള്ള നല്ല ഗ്രോത്തിലെ തൈകളാണ്. അപ്പോൾ നല്ല ഒരു കസ്റ്റമേഴ്സിന് ഈ ഒരു 3 വർഷം ഇല്ല തൈകൾ നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ J33യും ഡങ്സൂര്യയും ഇതാണ് ഡങ്സൂര്യയുടെ തൈ. അതായത് 3 വർഷം പ്രായമുള്ള തൈയാണ്. നല്ല റെഡ് കളർ ചക്കയാണ്. അപ്പോൾ അതുപോലെ തന്നെ J33 ഭയങ്കര ഗ്രോത്താണ്. J33യുടെ തൈകൾക്ക് കണ്ടോ നല്ല എന്താ പറയുക, നമ്മളെ കാലാവസ്ഥക്ക്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് ഏറ്റവും ഇണങ്ങിയ ചക്കയാണ് J33. ഒരു അമ്മിക്കുട്ടിയുടെ നീളത്തിൽ, അതായത് നല്ല തിക്കായിട്ട് അകത്ത് മഞ്ഞ കളറിൽ നല്ല ചക്കയുണ്ട്. പ്ലാവിനൊന്ന് കാണിച്ചു കൊടുത്താൽ ഈ പ്ലാവിന് അടുത്തൊന്ന് കാണിച്ചു കൊടുത്താൽ ഇതാണ് J33യുടെ ഗ്രോത്തിലെ തൈകൾ കണ്ടോ. അപ്പോൾ ഇതും നമ്മുടെ കസ്റ്റമേഴ്സിന് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മാവിൻ്റെ സുവർണരേഖയുടെ സെക്ഷനാണ്. സുവർണരേഖ ഒരുപാട് ഇവിടം വരെ സുവർണരേഖയാണ്. അപ്പോൾ ഇതിനങ്ങോട്ട് ബനാന, റെഡ് ബനാന, അതുപോലെ യെല്ലോ ബനാന, അങ്ങനെ മാവിൻ്റെ ഒരു അങ്ങറ്റം വരെ കാണിച്ചു കൊടുത്താൽ മാവിൻ്റെ വലിയൊരു സെക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നോക്കിയെടുക്കാം. ഏത് വേണമെങ്കിലും അവരിഷ്ടത്തിനനുസരിച്ച് ബ്രാഞ്ചുകളില്ലത്, തടിയില്ലത്, അങ്ങനെ അവർക്ക് എങ്ങനെയാണ് കുള്ളൻ, ചെറുതായത്, എല്ലാ തരത്തിലുള്ള പ്ലാന്റുകൾ നമ്മൾ ഇതൊക്കെ പൂത്തു കായ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടോ. ഇതൊക്കെ നിറയെ പൂവിട്ട് കായ്ക്കുന്നു. മാങ്ങ പറിക്കാം നമുക്ക് ഇപ്പം തന്നെ ചട്ടിയിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ എവിടെ വെച്ചിട്ടും നമുക്ക് മാങ്ങ പറിക്കാനുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. മാങ്ങ പറിക്കാന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കാലാപ്പാടിയുടെ അടിപൊളി മാവാണ്. നിറയെ പൂവുണ്ട്. പൂവ് മാത്രമല്ല വേറെ സാധനം കൂടി ഉണ്ട്. നമ്മൾ മാങ്ങ 2 ആയിട്ടുണ്ട്. അപ്പോൾ 2 മാത്രമല്ല അപ്പുറത്തെ മാവിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഇത് പറിക്കാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് 3 വർഷമായ തൈയാണ്. നമ്മളിത് പറിച്ച് കളയുന്നില്ല. കാരണം ഇതിന് ഗ്രോത്ത് ഉണ്ട്, ഈ മാങ്ങ താങ്ങാനില്ല. അപ്പോൾ നമുക്ക് മാങ്ങ വെക്കാം. അപ്പോൾ ഇതുപോലെ തൈകളും നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. അപ്പോൾ ആളുകൾക്ക് വന്ന് മേടിക്കാം, അതുപോലെ തന്നെ നടാം. അവിടെ കാണിച്ച
മാവിൻ്റെ അതായത് റെഡ് ബനാന ആണെങ്കിലും യെല്ലോ ബനാന ആണെങ്കിലും അതുപോലെ നാംഡോക്കി മൈ ആണെങ്കിലും അതിൻ്റെ ചെറിയ അതായത് സെക്കൻഡ് സ്റ്റേജ് അതായത് 2 ഇയർ 1 ഇയർ ഇല്ല തൈകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ ബഡ് ഏകദേശം ഹാഫിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മണ്ണൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടം വരെയൊക്കെ കൊടുക്കാൻ കുറച്ച് അത് വലിയ വിഷയമല്ല, ബഡിൻ്റെ മുകളിൽ ആവരുതെന്നുള്ളൂ. അപ്പോൾ നല്ല ഗ്രോത്തിൻ്റെ തൈകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നഴ്സറിൻ്റെ ഒരു ഭാഗത്ത് ബറാബയുടെ ഒരു കളക്ഷൻ, ബറാബയിൽ നല്ല കായ ഉണ്ടായിട്ടോ, നല്ലവണ്ണം കായുണ്ട്, നല്ല ഗ്രോത്തിൻ്റെ തൈകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറുത് ആവശ്യക്കാർക്ക് ചെറുതുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ തന്നെ നിറയെ പേരയാണ്, അർക്കാക്കിരൻ, ടായ് പിങ്ക്, അതുപോലെ തന്നെ ജപ്പാൻ റെഡ്, സീഡ്ലെസ്, അങ്ങനെയുള്ള കിലോ പേര, അങ്ങനെയുള്ള കുറേ പേരൊക്കെ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഉണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ പേര, റെഡ് ആപ്പിൾ പേര അതും ഉണ്ട്. ഇതൊക്കെ കാഴ്ച നിറയെ കാഴ്ചയാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് ഇതൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാം, കളക്ട് ചെയ്യാം, ഒക്കെ കാണാനും വരാം, നമുക്ക് ഈ ചെടികളൊക്കെ പരിചയപ്പെടാം. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ നഴ്സറി എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി, ഇനി ഓരോ ദിവസം ഓരോ സൈറ്റിലേക്ക്, അപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പും അതുപോലെ ഈ പ്ലാന്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമുക്കിനി ഓരോ ദിവസം നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.